Everyone, welcome. നമ്മൾ ഐ ഹോപ്പ് ഞാൻ ലാസ്റ്റ് കുറച്ച് 2 വീക്സ് നിങ്ങൾക്ക് നിറയെ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമെല്ലാം ആയി എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു സെറ്റ് ഓഫ് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ബുക്ക് മാർക്കുകളായിരിക്കും. നിങ്ങളത് ബുക്ക് മാർക്കായിട്ട് കട്ട് ചെയ്യേണ്ട, നമുക്ക് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തോളൂ. സോ ഞാൻ ആദ്യം എൻ്റെ ഒരു സൈഡിൽ ഞാനൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് മാർക്ക്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേജ് ഇത്തിരി വലുതാണ്, അപ്പോൾ ഞാൻ ഇതിലൊരു 4 ബുക്ക് മാർക്കൊക്കെ ഈ ഒരു പേജിൽ തന്നെ ചെയ്യും. സോ നിങ്ങൾ അതുപോലെ ചെയ്തോളൂ ടൈം. കാരണം ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ മതിയാവും, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ലൈൻ വരച്ചു. ഇതാണ് എൻ്റെ ഒരു ബുക്ക് മാർക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഇന്ന് ചെയ്യുന്നുണ്ടാവുക. ഓൾറൈറ്റ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുകളിൽ മുതൽ താഴെ വരെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സോ ദിസ് വിൽ ബി ആർ ബുക്ക് മാർക്സ്. ഈ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും ഹാരി പോട്ടേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ ഹാരി പോട്ടറിൻ്റെ തീമിലുള്ള ഒരു ബുക്ക് മാർക്കാണ് ചെയ്യുന്നത്. സോ ഐ ഹവ് ടേക്കൺ അതിന് ഒരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ഓഫ് ഓറഞ്ച്, ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഏതർ യെല്ലോ അല്ല ഓറഞ്ച് യൂസ് ചെയ്യാം. ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ആണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യില്ല. ഈ പേസ്റ്റൽ ബ്രഷ് പെൻ ഇല്ലാത്തവർക്ക് യു ക്യാൻ ഗോ ഫോർ നിങ്ങളുടെ വാട്ടർ കളർ. വാട്ടർ കളറിൽ കുറച്ച് വാട്ടർ എടുക്കുക, ഓറഞ്ച് ഏറ്റവും ലൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഓറഞ്ച് കേക്ക് മിക്സ് ചെയ്യുക, അത് കൊടുക്കുക. അത് മൾട്ടിപ്പിൾ തവണ കോട്ടിങ് കൊടുക്കരുത്. സിംഗിൾ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടും. അല്ല ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് യെല്ലോ ആയിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് ഒരു വളരെ ഡ്രോപ്പ് ഓഫ് യെല്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രഷ് പെന്ന് ഈ ഒരു ഷെയ്ഡ് ഇല്ലാത്തവർ മേക്ക് ഷുവർ യു യൂസ് വാട്ടർ കളർ കേക്ക്സ്. എന്നിട്ട് ഈ ഒരു ഫുൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇനി നമ്മളിതിൽ ഹാരി പോട്ടറിൻ്റെ 1-2 സിമ്പിൾസാണ് വരയ്ക്കാൻ പോകുന്നത്. സിമ്പിൾസ് നിങ്ങൾക്ക് ബ്ലാക്ക് സ്കെച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിൽ കട്ടായിപ്പോയി നേരത്തെ. ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിയാലും ഒന്ന് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഹാറ്റില്ലേ, ഇവർ സോർട്ടിങ് ഹാറ്റ് എന്ന് പറയും. അതിനകത്ത് ഓരോരോ സ്റ്റുഡൻസിനെയും അതത് ഹൗസുകളിലേക്ക് ആക്കുന്നത്. അപ്പോൾ അതിന് ഇത് ഇങ്ങനെ ഒരു നീളത്തിലൊരു ലൈൻ കൊടുക്കുക. ഒരു ഇടയിൽ മാത്രം, നടുവേ മാത്രം ഒരു വളവ് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് റൗണ്ട് ചെയ്യിക്കുക. ഇതിങ്ങനെ നമ്മൾ സാധാരണ വലിയ ഹാറ്റുകൾ വരയ്ക്കില്ലേ, അതുപോലെ 2 അറ്റം ഒന്ന് റൗണ്ട് ചെയ്യിക്കുക. ഈ റൗണ്ട് ചെയ്യിച്ചിട്ട് ഈ ലൈൻ മാത്രം കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരണം ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെയർ, ഇങ്ങനെ ഒരു ലെയർ. രണ്ടാമത്തെ ലെയർ നമ്മളിങ്ങനെ മുകളിലേക്ക് കുറച്ച് ലൈൻ കൊണ്ടുപോകുക, എന്നിട്ട് ഉള്ളിലേക്ക് കുറച്ച് കയറ്റുക. പിന്നെ അവിടെ നിന്ന് തന്നെ അടുത്ത ലെയർ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുക. ഇത് ഷാർപ്പൻഡായിട്ട് വരും. നമ്മൾ ഈ വിച്ചിൻ്റെയൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും വേണ്ട. ഇതിങ്ങനെ ഒരു എസ് കൊടുക്കുക, ഇവിടെ ഒരു എസ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഇനി വേണ്ട, ഏകദേശം സോർട്ടിങ് ഹാറ്റായി. ഞാൻ ഒന്നുകൂടെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മൾ ഈ ഒരു ലെയർ വരച്ചു, അതിൻ്റെ ഇടയിൽ നടുവേ മാത്രം ഒരു ചെറിയ വളവുള്ള ഒരു ലെയർ. എന്നിട്ട് അതിൻ്റെ ഈ അറ്റ ഭാഗങ്ങൾ കുറച്ച് ഒന്ന് വട്ടത്തിലേക്കാക്കിയിട്ട് ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഈ കൊടുത്തതിന് ശേഷം അടുത്ത ലെയറിൽ ഇങ്ങനൊരു ആർച്ച് പോലെ ചെറിയതായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ടൊരു ലൈൻ വരച്ച് ഇങ്ങനൊരു എന്താ പറയുക, നമ്മൾ ജിയുടെയൊക്കെ എൻഡിൽ ആൽഫബറ്റിൽ നമ്മൾ കൊടുക്കില്ലേ, അതുപോലെ കൊടുക്കുക. ഇനി അതേ പോയിന്റിൽ നിന്ന് ഒരു എസ്, ഇനി അവിടെ നിന്ന് വീണ്ടും ലൈറ്റായിട്ട് കൊടുക്കുക.
നമ്മുടെ സോർട്ടിങ് ഹാറ്റ് റെഡി. വേണമെങ്കിൽ ഇതിനൊരു ലെയറും കൂടി ഇങ്ങനെ കൊടുക്കാം കേട്ടോ, അത് ഹാറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അത് തലയിൽ വെക്കുന്നതാണെന്ന് കാണിക്കാനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. സോറി. ഇനി നമ്മൾ ഹാരിയുടെ നെറ്റിയിലുള്ള N എന്നുള്ളൊരു സിമ്പലില്ലേ, അത് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതൊരു ഒന്ന് ചെരിഞ്ഞിട്ട്, എക്സാക്റ്റ് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു N എന്നുള്ള സിമ്പൽ വരയ്ക്കണം. അതിവിടെ കൊടുക്കും. കുറച്ച് റാൻഡമായിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഹാരി പോട്ടറിന് ഏറ്റവും പ്രത്യേകത ഹാരി പോട്ടറിൻ്റെ ഗ്ലാസ്സസ് ആണ്. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ വരയ്ക്കുന്നു. ആദ്യം ഇവിടെ ഒരു സർക്കിൾ വരച്ചു, എന്നിട്ട് ഇപ്പുറത്തെ ഒരു സർക്കിൾ വരച്ചു, അതേ ഏകദേശം സെയിം സൈസ് ആൻഡ് ഷേപ്പിലുള്ളത്. നടുവേ ഇങ്ങനെ ഒരു ആർച്ച് കൊടുക്കും. അത് ആ ഗ്ലാസ്സസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും കൊടുക്കും. അതാണ് അടുത്തത്. ഇപ്പോൾ നമുക്കിവിടെ നെറ്റിയിലുള്ള സിമ്പിളായി, സോർട്ടിങ് ഹാറ്റായി, ഇതായി. ഇനി നമുക്ക് ബ്രൂമാണ് വേണ്ടത്, ഹാരിയുടെ ബ്രൂം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കട്ട് കുറച്ച് ചെറുതായിരിക്കണം ഇത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇങ്ങനെയല്ലേ വരുന്നത് ആ ബ്രൂം സ്റ്റിക്ക് വരുന്നത്. അതിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. ലൈൻസ് ഇടുന്നത് വേറെ ഒന്നുമല്ല, അത് അതിൻ്റെ താഴെ എപ്പോഴും എന്താ പറയുക, ഒരു ബ്രൂമിൻ്റെ താഴെ വരുന്നത് അതിൻ്റെതായ ഒരു വുഡില്ല, അതൊരു വുഡ് സാധനമല്ല, ഒരു ഫെദർ അങ്ങനത്തെയൊക്കെ ഒരു സാധനമാണ്. ബേസിക്കലി നമ്മൾ മന്ത്രവാദിനികളൊക്കെ വിച്ചും വിസാർഡ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ബ്രൂം സ്റ്റിക്ക് പോലത്തെ സാധനം. ഓക്കെ, ഞാൻ ബ്രൂം സ്റ്റിക്കും ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം, ഹാരി പോട്ടറിൻ്റെ ആ ഒരു ഇതാണ് വരിക, അവരുടെ ആ ട്രെയിൻ സ്റ്റേഷനില്ലേ 93/4 കോട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ കൊണ്ടുവന്നു. എന്നിട്ട് ആ 9 ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനത്തെ 9 ആണ് കേട്ടോ. ആ 9 എഴുതുന്നത് നോർമൽ 9 പോലെ ആവരുത്. പ്ലാറ്റ്ഫോം നമ്പർ 9 3/4 ക്വാർട്ടേഴ്സ്, 9 ക്വാർട്ടേഴ്സ്. അപ്പോൾ 9 എഴുതി, അതിൻ്റെ സൈഡിൽ 3 കൊടുത്തു, ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടു, 9 3/4 ക്വാർട്ടേഴ്സ്. നമുക്കിപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സാധനം കൂടെ വരയ്ക്കാൻ പോണ്. ഹെഡ് വിഗ് ഉണ്ട്. ഹെഡ് വിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിയുടെ ഔളാണ്. ആ ഔളുടെ ഒരു കൂടുണ്ട്. അപ്പോൾ നമുക്കത് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ലൈൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ പോലെ ആക്കി, എന്നിട്ട് ഇങ്ങനെ ഒരു കൂട്. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ പിടിക്കാനായിട്ടൊരു റിങ് ഉണ്ട്. ആ റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കേജാണല്ലോ, ആ കേജിന് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത്. ഇനി കുറച്ചൊരു നല്ല ഫീല് കിട്ടാൻ നമുക്ക് അവിടെ ഇവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ചുമ്മാ ആ ഇതൊരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബുക്ക് മാർക്കിനൊരു നല്ലൊരു ലുക്ക് ആൻഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡോട്ട്സ് എല്ലാം അവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലെല്ലാം ഇല്ല, പക്ഷെ ഒരു ബുക്ക് മാർക്ക് പറയുമ്പോൾ 1-2 ഫ്യൂ സാധനങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബുക്ക് മാർക്ക്. സോ ദിസ് വിൽ ബി ആ ഫസ്റ്റ് ബുക്ക് മാർക്ക്. ഓക്കെ, ഇവിടെയൊക്കെ ഗ്യാപ്പുള്ള അവിടെയൊക്കെ ഞാൻ ഒരു ഡോട്ട്